السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അബ്ദുറഹ്മാൻ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം: فمن ترك معاصي الله ونفسه تشتهيها عوضه الله إيمانا في قلبه وسعة وانشراحا وبركة في رزقه وصحة في بدنه. അദ്ദേഹം പറയാണ്, ഫമൻ തറക മആസി അല്ലാഹ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധിക്കാരം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ, ഏതവസ്ഥയിൽ വനഫ്സുഹു തഷ്തഹീഹ, അവൻ്റെ ഹൃദയം അല്ലെങ്കിൽ അവൻ്റെ നഫ്സ് അതിനെ കൊതിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ആ തിന്മ ചെയ്യാൻ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് വളരെ അത്യാവശ്യമാണ് ഒരു വാഹനം എന്നുള്ളത്. അയാൾക്ക് ഏത് നിലക്കും ആ വാഹനമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ആ മനുഷ്യൻ്റെ അടുക്കലില്ല. അയാൾക്ക് പലിശക്ക് ലോൺ എടുത്തുകൊണ്ടോ മറ്റൊക്കെ ആയിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അയാൾക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അയാൾക്കത് തനിക്ക് അങ്ങേയറ്റം ആവശ്യമാണ് എന്നിരുന്നിട്ട് പോലും അയാൾ അതിലേക്ക് അടുക്കുന്നില്ല. അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ, അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ ആ ഒരു തിന്മയിലേക്ക് അയാൾ അടുക്കുന്നില്ല. ഈ രൂപത്തിൽ ഒരാൾ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നത് ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, അവ്വലഹുല്ലാഹു ഈമാനൻ ഫി ഖൽബി, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ അള്ളാഹു പകരമായി നൽകുമെന്നാണ് മഹാനായ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് അവനെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഒരാൾക്ക് തിന്മയിൽ നിന്ന് ഒഴിവാകാൻ അയാളെ സഹായിക്കുന്ന ഏറ്റവും അയാളുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അയാളുടെ ഹൃദയത്തിലുള്ള ഈമാനാണ്. ഒരാൾ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലൊക്കെ നന്മകൾ ചെയ്യാൻ ഏതൊരു മനുഷ്യനെ കൊണ്ടും പറ്റും. നന്മകൾ ചെയ്യാൻ ഏതൊരു മനുഷ്യനെ കൊണ്ടും പറ്റും. നിസ്കരിക്കാനാവട്ടെ, ഇനി രാത്രി എഴുന്നേറ്റുകൊണ്ട് ആരും കാണാതെ നിസ്കരിക്കാനാവട്ടെ, ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് രഹസ്യ ജീവിതത്തിൽ തൻ്റെ തിന്മകൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളത്. അത് വലിയ ഒരു നേട്ടമാണ്. അപ്പോൾ അത് നേടിയെടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരമായി നൽകും. മാത്രമല്ല, വസ്അതൻ വൻശിറാഹൻ വബറകതൻ ഫി റിസ്ഖി, അവൻ്റെ ഉപജീവനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലതയും അതുപോലെ തന്നെ ബറക്കത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് നിലനിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തും അതുപോലെ തന്നെ അതിന് ഒരു വിശാലതയും അള്ളാഹു നൽകും. റിസ്ഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേവലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളതിന് മാത്രമല്ല, നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ, വീട് റിസ്ഖാണ്, വാഹനം റിസ്ഖാണ്, ജോലി റിസ്ഖാണ്, ഭാര്യ റിസ്ഖാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ഇവിടെ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമുണ്ടോ അതിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും. മാത്രമല്ല വിശാലത നൽകും. വസിഹത്തൻ ഫി ബദനിഹി, മാത്രമല്ല അവൻ്റെ ശരീരത്തിൽ അള്ളാഹു ആരോഗ്യവും നൽകുമെന്നാണ്. അപ്പോൾ ഒരാൾക്ക് തിന്മകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ നൽകും. അതുപോലെ തന്നെ അയാളുടെ റിസ്ഖിൽ അള്ളാഹു വിശാലതയും ബറക്കത്തും നൽകും. അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും നൽകുമെന്നാണ് മഹാനായ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.